നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ പാരൻസ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ നമുക്ക് നോക്കാം. നിങ്ങൾ പാരൻസ് നിങ്ങളെ ബാഡ് വേർഡ്സ് പറയാറുണ്ടോ? ചീത്ത വാക്ക്, തെറി കാര്യങ്ങളും പറയാറുണ്ടോ? പറഞ്ഞോ. ഞാൻ എൻ്റെ പാരൻസ് അങ്ങനെ തെറിയൊന്നും പറയാറില്ല. ഞാൻ നോ ഡബിൾ ടാപ്പയിലേക്ക് നോക്കിയിരിക്കുകയാണ്. തെറി പറയാറുണ്ടെങ്കിൽ എസ് ഡബിൾ ടാപ്പയിലേക്ക് നോക്കിയോ, തെറി പറയരുതില്ല നോ ഡബിൾ ടാപ്പയിലേക്ക് തെറി പറയാതിരിക്കുക മാക്സിമം. എൻ്റെ വീഡിയോ പാരൻസ് കാണുന്നുണ്ടെങ്കിൽ തെറി പറയാതിരിക്കുക മാക്സിമം. അവരും അത് കേട്ട് പഠിക്കുവാണ്. ഓക്കെ അപ്പോൾ രണ്ടാമത്തേലോട്ട് പോകണം. നിങ്ങളുടെ പാരൻസ് നല്ലപോലെ അടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വെച്ച് അടിച്ചിട്ടുണ്ടോ? നല്ലപോലെ അടിച്ചിട്ടുണ്ടോ? എന്നെ അടിച്ചതായിട്ടുള്ള ഒരു ഓർമ്മയില്ല. പണ്ടെങ്ങാണ്ടും അടിച്ചായിട്ടുള്ള ഓർമ്മയുണ്ട്. ഞാൻ എസ് ഡബിൾ ടാപ്പയിലേക്കിലോ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ എസ് ഡബിൾ ടാപ്പയിലേക്ക് നോക്കുക. ഇല്ലെന്നുണ്ട് എന്നോ ഡബിൾ ടാപ്പയിലേക്ക് നോക്കുക. അപ്പോൾ നമ്മൾ മൂന്നാമത്തേലോട്ട് പോവാണ്. നിങ്ങൾക്ക് ഫുഡ് തരാതിരുന്നിട്ടുണ്ടോ? ഫുഡ് തരാതിരിക്കുന്നതൊക്കെ ഒരുമാതിരി അലമ്പ് പണിഷ്മെൻറ്റാണ്. അതിപ്പോൾ ആരായാലും, എത്ര വലിയ പുണ്യാളനായാലും എത്ര വലിയ പണക്കാരനായാലും ആരായാലും ഫുഡൊക്കെ തരാതിരിക്കുന്നവരുടെ അലമ്പ് കാര്യമാണ്. എത്ര വലിയ ആളാണെന്ന് വിചാരിച്ചാലോ അതിപ്പോൾ ആരും സഹിക്കാൻ പറ്റത്തില്ല. ഫുഡും തരാതിരുന്നിട്ടില്ല എനിക്ക്, ഞാൻ ഡബിൾ ടാപ്പയിലേക്ക് ഇരിക്കും, നിങ്ങളും തരാതിരുന്നിട്ടില്ലെന്നാണ് വിശ്വാസം. ഓക്കെ, നമ്മൾ നാലാമത്തേലോട്ട് പോകണം. നാലാമത്തേലോട്ട് പോകുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഡി 1 2 3 സ്റ്റാർട്ട്. സബ്സ്ക്രൈബ് ചെയ്തു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോ നിങ്ങളായിട്ട് എത്തത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ മാത്രം നമ്മുടെ കൂടെയുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, നാലാമത്തേലോട്ട് പോവുകയാണ്. നാലാമത്തെന്ന് പറയുമ്പോൾ നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്ത്, നിങ്ങളൊരു തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങളുടെ സൈഡ് കേൾക്കാതെ നിങ്ങളുടെ പാരൻസ് നിങ്ങളെ വഴക്കിട്ടുണ്ടോ? നിങ്ങളുടെ സൈഡ് കേൾക്കാതെ അവർ ഇരുന്നിട്ടുണ്ടോ? ഇപ്പം ഞാനൊന്ന് പറയട്ടെ അച്ഛാ, അല്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ അമ്മ എന്ന് പറയുമ്പോൾ നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എൻ്റെ പറഞ്ഞിട്ടില്ല. കാരണം എന്ത് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഭാഗം കേട്ട് ക്ലിയർ ആക്കിയിട്ട് മാത്രം അവർ തീരുമാനം എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എസ് ഡബിൾ ടാപ്പയിലേക്ക് അല്ലെങ്കിൽ നോ ഡബിൾ ടാപ്പയിലേക്ക് നോക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കുറ്റം നമ്മളറിയാതെ റിലേറ്റീവ്സിനോടോ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും, നാട്ടുകാരോടോ വീട്ടുകാരോടോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ കുറ്റം നമ്മളറിയാതെ അവരോട് അയൽക്കൂട്ടത്തിൽ എവിടെ പോകുമ്പോൾ അവൻ അലമ്പാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ പാരൻസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ പാരൻസ് അങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എസ് ഡബിൾ ടാപ്പയിലേക്ക് ചെയ്യുക അല്ലെങ്കിൽ നോ ഡബിൾ ടാപ്പയിലേക്കോ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അനുഭവിച്ചാൽ ഏറ്റവും മോശം തിങ് ഏതാണെന്ന് വെച്ചാൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്